Hello, guys, welcome back to my YouTube channel. Sunday is always for an outing day for us. So, I thought a get ready with me video ചെയ്യാന്നാണ് വിചാരിക്കുന്നത്. സോ റീസെൻ്റ്ലി ഞാൻ ഒരുപാട് നല്ല രീതിയിൽ ടാൻ ആയിട്ടുണ്ട് ഫേസ്. അതുകൊണ്ട് തന്നെ ഒരു ഫേസ് മാസ്ക് വെച്ചിട്ടാണ് തുടങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റനിങ്ങും കിട്ടും, പ്ലസ് ഒരു ഗ്ലോയും ഉണ്ടാവും. പിന്നെ മാത്രമല്ല, നമുക്ക് നല്ല രീതിയിൽ മേക്കപ്പ് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ബേസും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലത്തെ ഫേസ് മാസ്ക്, ഐ മാസ്ക്, അതിനോടൊക്കെ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആണ്. എന്താ ചെയ്യുക, അങ്ങനെ നല്ല രീതിയിൽ ഫേസ് ഒക്കെ വാഷ് ചെയ്ത് വന്നിട്ട് ഡ്രൈ ആക്കിയിട്ട് വേണം നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇതിട്ട് കൊടുക്കുമ്പോൾ തന്നെ നല്ലൊരു കൂളിംഗ് എഫക്റ്റ് ആണ് ഫേസിന് വരിക. ഇതൊരു 15 മിനിറ്റ് നേരമെങ്കിലും മിനിമം നമ്മൾ ഫേസിൽ വെച്ചതിന് ശേഷം റിമൂവ് ചെയ്ത് കളയുക. ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഫേസ് നല്ല രീതിയിലൊന്ന് എന്താ പറയുക, ഒരു നമുക്ക് അങ്ങനെയൊക്കെ തോന്നും, നല്ല ഗ്ലോ ആയി, ഇൻസ്റ്റന്റ് ബ്രൈറ്റൻ ആയി എന്നൊക്കെ തോന്നും. അതൊക്കെ ഓരോരോ മാനസികാവസ്ഥയാണ് ഗൈസ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഫേസ് മാസ്ക് ഇത് റിമൂവ് ചെയ്യുമ്പോഴത്തേക്കും അതിൻ്റെ സീറവും കാര്യങ്ങളൊക്കെ മുഖത്തുണ്ടാവും. അതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് ഡ്രൈ ആക്കിയതിന് ശേഷമാണ് ഞാൻ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുന്നത്. ഞാനിവിടെ എടുക്കുന്ന മോയ്സ്ചറൈസർ എംബ്രോലിസയുടെ മോയ്സ്ചറൈസർ ആണ്. ഇത് ഒട്ടുമിക്ക ആൾക്കാരുടെ ഫേവറേറ്റ് ലിസ്റ്റിലുള്ളതാണ്. സിൻസ് ഒരു 3 years ആയിട്ട് ഞാൻ ഈ ഒരു മോയ്സ്ചറൈസറിന് ഭയങ്കര അഡിക്റ്റഡ് ആണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു അടിപൊളി മോയ്സ്ചറൈസർ ആണ്, പ്ലസ് നല്ലൊരു മേക്കപ്പ് പ്രൈമറും കൂടിയാണ്. ഓക്കെ, പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു സൺസ്ക്രീൻ ആണ്. ഇതും ഒരു കൊറിയൻ സൺസ്ക്രീൻ ആണ്. ഇതും അത്യാവശ്യം നല്ല രീതിയിലൊരു വൈറലായിട്ടുള്ള ഒരു സ്കിൻ 1004 എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൺസ്ക്രീൻ ആണ്. ഇത് ഞാൻ ഒരു 3 years ആയിട്ട് യൂസ് ചെയ്യുന്നത്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇതൊരു വാട്ടർ ബേസ്ഡ് സൺസ്ക്രീൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ബ്ലെൻഡ് ചെയ്ത് കളയാം. അത്യാവശ്യം നല്ല രീതിയിൽ വാരി പൊത്തിയിട്ടുണ്ട്, കാരണം പുറത്ത് ഭയങ്കര ചൂടായതുകൊണ്ട് വി ഹാവ് ടു പ്രൊട്ടക്റ്റ് ഇറ്റ്. സോ നെക്സ്റ്റ് ഒരു എന്താ പറയുക, ഒരു ലിപ് ബാം അപ്ലൈ ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കൺസീലറാണ്. ഈ കൺസീലർ ഓഫ് കോഴ്സ് എൻ്റെ ഡാർക്ക് സർക്കിൾസ് ഒന്ന് സെറ്റിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. പക്ഷെ അത് അങ്ങനെ ഭയങ്കര വലിയ രീതിയിലൊന്നും ഞാൻ സെറ്റിൽ ചെയ്യാറില്ല. ലൈറ്റായിട്ട് അവിടെ ഒന്ന് ഫേഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. അതർവൈസ് നമുക്ക് ഒരു ഗെറ്റിംഗ് ടയർഡ്നെസ് ഫീൽ ചെയ്യും. അതുകൊണ്ട് മാത്രമാണ് എനിക്കിത് വലിയ താല്പര്യമുള്ള ഒരു ഏരിയ അല്ല കൺസീലർ എന്ന് പറയുന്ന സാധനം. പക്ഷെ ഇത് നല്ലൊരു കൺസീലർ ആട്ടോ. അതൊരു വാട്ടർ ബേസ്ഡ് കൺസീലർ ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് ബ്ലെൻഡ് ചെയ്യാനും പറ്റും. പ്ലസ് ഇതൊരു ലൈറ്റ് ഷെയ്ഡും കൂടി ആയതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ നൈസ് ഗൈസ്. ഇറ്റ്സ് ഫ്രം ഇസഡോറ. അങ്ങനെ ഡാർക്ക് സർക്കിൾസിൻ്റെ കാര്യത്തിലൊക്കെ ഒരു സെറ്റിൽമെൻറ്റ് ആയതിനു ശേഷം പിന്നെ ഞാൻ അപ്ലൈ ചെയ്യുന്നത് ഒരു BB ക്രീമാണ്. ഞാനിവിടെ ഫൗണ്ടേഷൻസ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. എൻ്റെ ലൈഫിൽ ഈ ഒരു BB ക്രീം വന്നതിന് ശേഷം പിന്നെ ഞാൻ ഫൗണ്ടേഷനെ മൈൻഡേ ചെയ്യലില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് അത്രയ്ക്ക് അടിപൊളിയാണ്. ഇതാവുമ്പോൾ നമുക്ക് അങ്ങനെ മുഖത്ത് എന്തൊക്കെയോ വലിച്ചു വാരി ഇട്ട് എന്നുള്ളൊരു തോന്നലും ഉണ്ടാവില്ല, എന്നാലോ ഒന്നും ഇട്ടില്ലല്ലോ എന്നുള്ളൊരു വിഷമം ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു BB ക്രീം വളരെ ലൈറ്റായിട്ട് നമ്മളൊന്ന് ലൈറ്റപ്പ് ആക്കും. അതുകൊണ്ട് തന്നെ ഈ ഫൗണ്ടേഷൻസ് ഒക്കെ ഇപ്പോൾ യൂസ് ആക്കുന്നത് വളരെ റെയറാണ്. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഐ ഷാഡോ എടുക്കുന്നുണ്ട്. ചെറുതായിട്ട് അപ്പർ ഐ ഏരിയ ഒന്ന് ഫെയ്ഡാക്കി കൊടുക്കുന്നു. അതും എപ്പോഴും ഒരു 1 ഷെയ്ഡ് തന്നെയാണ് യൂസ് ആക്കുന്നത്. ബട്ട് ദാറ്റ്സ് ഇനഫ്, അത്ര മതി. ഐ ഷാഡോ എപ്പോഴും എനിക്കൊരു മിനിമൽ ലുക്ക് തന്നെയാണ് ഇഷ്ടം. പിന്നെ ഞാൻ അടുത്തതായിട്ട് എൻ്റെ ഐബ്രോ ഒന്ന് ഫില്ലാക്കി കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് ഒരു ഐബ്രോ ബ്രഷ് വെച്ചിട്ട് ഫില്ലാക്കുന്നതാണ്. പിന്നെ അതിനുശേഷം ഞാൻ എൻ്റെ അപ്പർ ലൈൻ ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ദാറ്റ് ഈസ് വെരി മാൻഡറ്ററി ആണല്ലോ. അപ്പർ ലൈൻ മാത്രമാണ് ലൈൻ ചെയ്യുന്നത്. ഒരു വിങ് ഇടുന്നു. 1 ടൈം വിങ് ഇട്ട് കഴിഞ്ഞാൽ അടുത്ത കണ്ണത്തെ വിങ്ങും നമ്മൾ 2 വിങ്ങും കൂടി മാച്ചായി കിട്ടുക എന്ന് പറഞ്ഞത് ഒരു ടാസ്ക് തന്നെയാണ്. ഇതെന്തോ ഭാഗ്യത്തിന് കുറച്ചെങ്കിലും മാച്ചായി കിട്ടി. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഗൈസ്, ഇപ്പോൾ എടുക്കുന്നത് ഒരു റെവല്യൂഷൻ്റെ ഒരു ബനാന ബേക്കിംഗ് പൗഡറാണ്. ജസ്റ്റ് ഒരു അണ്ടർ ഐ ഏരിയ ഒന്ന് സെറ്റാക്കി കൊടുക്കാൻ വേണ്ടിയാണ് ഗൈസ്. പിന്നെ നമ്മുടെ ഫേവറേറ്റ് പാർട്ടാണ് ഗൈസ് ഈ ലിപ്സ്റ്റിക് ഇടുക എന്നുള്ളത്. ലിപ്സ്റ്റിക് നമ്മൾ മിനിമം ഒരു 3 ലിപ്സ്റ്റിക് എങ്കിലും എടുത്ത് മിക്സ് ആക്കിയിട്ടാണ് ഗൈസ് ഇടുന്നത്. ഫസ്റ്റ് ലിപ്സ്റ്റിക് ഇടുന്നു, പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നു, പിന്നെ ലിപ്സ്റ്റിക് ഇടുന്നു. അതിൽ നമ്മളങ്ങ് മിക്സാക്കി കിട്ടുമ്പോൾ ഒരു ഷെയ്ഡ് കിട്ടും ഗൈസ്, ഒരു ന്യൂഡ് ഷെയ്ഡ്. അതാണ് ഗൈസ് എൻ്റെ ഫേവറേറ്റ് ഷെയ്ഡ്. എപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്യാറ്. പിന്നെ ഒരു ടിഷ്യൂ ഒക്കെ വെച്ച് വൈപ്പ് ചെയ്ത് കിട്ടുമ്പോൾ ഒരു നല്ലൊരു ഷെയ്ഡ് കിട്ടും. ദെൻ ദ ലാസ്റ്റ് ബീൻ അറ്റ്ലീസ്റ്റ് എൻ്റെ ഫേവറേറ്റ് സാധനം ബ്ലഷ്. ഇത് വേറൊരു ബ്ലഷ് മാത്രമല്ല, ഇത് ശരിക്കും ഇത് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്കൊരു നമ്മുടെ ചീക്ക് ബോൺസ് ഒക്കെ ഒന്ന് ഹൈലൈറ്റ് ആയി കിട്ടും, ഒരു ഗ്ലോയിങ് ഒക്കെ കിട്ടും. സോ അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗൈസ്. സോ ദാറ്റ് ഈസ് ദ ഫേവറേറ്റ് പാർട്ട് ഓഫ് ദിസ് മേക്കപ്പ്. അങ്ങനെ ഫൈനലി എൻ്റെ മേക്കപ്പ് സെക്ഷനൊക്കെ കഴിഞ്ഞു. സോ ഞാൻ എൻ്റെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു. ഒരു ഓവർ സൈസ്ഡ് ഷർട്ട് പ്ലസ് ഒരു വൈഡ് ലെഗ് പാൻറ് ഒക്കെ വെച്ച് സ്റ്റൈൽ ചെയ്ത് ഗൈസ് ഐ ആം റെഡി ടു ഗോ. യെസ്, അപ്പോൾ നമ്മളെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഗൈസ്
please do subscribe, share, like, also comment. Thank you.